നമുക്ക് ഒരുമിച്ച് അനുഭവിപ്പാൻ കർത്താവെ ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഭാത പ്രാർത്ഥനയിൽ ഈ പ്രാർത്ഥന തടഞ്ഞ് ഞങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം, വലിയ അഭിഷേകം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യത്തിൽ ദൈവം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും തക്ക സമയത്ത് കടന്നു വരുവാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ ഒക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യണമേ. അഭിഷേകത്തിന്റെ ശക്തിയാല് ഇന്ന് പകൽക്കാലം ദൈവം നിറയ്ക്കണമേ. വലിയ ദൈവം ചെയ്യണമേ. ദൈവകൃപയിൽ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ഈ പ്രാർത്ഥനയെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്തെ അറിയിക്കുന്നു. വലിയവനാ ദൈവം ഇന്ന് പകൽക്കാലം നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമ്മെ മാനിക്കട്ടെ. വലിയ ദൈവ പ്രവൃത്തി ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ദൈവത്തിന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ പാടി നാം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോവുകയാണല്ലോ. നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ മേലയക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഗാനങ്ങൾ ആരംഭിക്കുവാൻ വേണ്ടി സിസ്റ്റർ ആൻസ്ലി പ്രിൻസിനെ ആദരപൂർവ്വം സ്നേഹത്തോടെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പാട്ടുകൾ പാടി മഹത്വപ്പെടുത്താം. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. താഴ്ചയിൽ നമ്മെ ഓർത്തവനേ, വീക്ഷയെ കാത്തവനേ. താഴ്ചയിൽ നമ്മെ ഓർത്തവനേ, വീക്ഷയെ കാത്തവനേ. കാഴ്ചയല്ല വിശ്വാസത്താലേ, വാഴ്ചയെ നിത്യം ചേർത്തവനേ. കാഴ്ചയല്ല വിശ്വാസത്താലേ, വാഴ്ചയെ നിത്യം ചേർത്തവനേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ഒന്നിലും പാതറിയിടരുതേ, കണ്ണുനീർ വഴി പോയിടിലും. ഒന്നിലും പാതറിയിടരുതേ, കണ്ണുനീർ വഴി പോയിടിലും. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തും. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തും. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. പാറയിൽ നിന്നു തേൻ പൊഴിയും, ജീവനീരിൽ നിന്നും കുടിക്കും. പാറയിൽ നിന്നു തേൻ പൊഴിയും, ജീവനീരിൽ നിന്നും കുടിക്കും. മരുഭുപ്രയാണം കഴിയും വരെയും, മറയ്ക്കുമവൻ തന്റെ ശിരകടിയിൽ. മരുഭുപ്രയാണം കഴിയും വരെയും, മറയ്ക്കുമവൻ തന്റെ ശിരകടിയിൽ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി.
സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ആശിച്ച ദേശം കാണുകയായി, ക്ലേശമഖിലവും തീരുകയായി. ആശിച്ച ദേശം കാണുകയായി, ക്ലേശമഖിലവും തീരുകയായി. യേശു മണാളൻ ചേർത്തിടും വേഗം, ശോഭിത മണവാട്ടിയായ നമ്മെ. യേശു മണാളൻ ചേർത്തിടും വേഗം, ശോഭിത മണവാട്ടി ആയ നമ്മെ. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥനേശുവേ. സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. ഇതുപോൽ സ്വജീവൻ ഒരാത്മാ സ്നേഹിതൻ വേറാരിനി. ഇതുപോൽ സ്വജീവൻ തന്നോരാത്മാ സ്നേഹിതൻ വേറാരിനി. മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ, മരണാധികാരി ഇരുന്ന ഘോരനാം പിശാചിനെ, മരണത്തിനാലെ നീക്കി മൃത്യുഭീതി തീർത്ത നാഥനെ, മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ. സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. ദിനവും മനമേ തൽസമയം വൻകൃപകൾ പ്രാപിപ്പാൻ. ദിനവും മനമേ തൽസമയം വൻകൃപകൾ പ്രാപിപ്പാൻ. അതിധൈര്യമായി കൃപാസനത്തിൽ അന്തികത്തിൽ ചെന്നു നീ. അതിധൈര്യമായി കൃപാസനത്തിൽ അന്തികത്തിൽ ചെന്നു നീ. സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. ബഹുമാന്യനാമാചാര്യനായി വാനിലവൻ വാഴ്കയാൽ. ബഹുമാന്യനാമാചാര്യനായി വാനിലവൻ വാഴ്കയാൽ. ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളുമാകയാൽ. ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളും ആകയാൽ. സ്തുതി ചെയ് മനമേ
നിത്യവും നിൻ ജീവനാഥൻ യേശുവേ ബഹുദൂരരുചനാദമോടെ വാഴ്ത്തിടുന്ന നാഥനെ ബഹുദൂരരുചനാദമോടെ വാഴ്ത്തിടുന്ന നാഥനെ ബലവും ധനവും ജ്ഞാനമെല്ലാം സ്വീകരിപ്പാൻ യോഗ്യനെ ബലവും ധനവും ജ്ഞാനമെല്ലാം സ്വീകരിപ്പാൻ യോഗ്യനെ സ്തുതിശേ മനമേ നിത്യവും നിൻ ജീവനാഥയേശുവേ സ്തുതിശേ മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. താങ്ക് യു പാസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി പാടുവാൻ, കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, സ്തുതി ചെയ്യുവാനമേ നിത്യവും നീ ആമേൻ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ, മരണാധികാരിയാവുന്നത് കൊല്ലാന്ന പിശാചിനെ ആമേൻ തകർത്ത് നമ്മുടെ മേൽ ജയം നൽകുവടയായ കർത്താവിന്റെ സ്നേഹത്തെ ഓർക്കുവാൻ, ദിനവും മനമേ തത്സമയം വൻകൃപകൾ വർണ്ണിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയ കുടുംബമായി കർത്താവ് വീണ്ടും മാനിക്കട്ടെ. ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിപ്പാൻ. ദൈവം ഒരിക്കൽ നല്ല നിമിഷത്തിനായി നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്ന ദൈവത്തെ വാഴ്ത്തുന്നു. തുടർന്ന് നാം മധ്യസ്ഥ പ്രാർത്ഥനയിൽ കടന്നൊരിയാളും നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. യോബിന്റെ സഹോദരന്മാർക്ക് വേണ്ടി തന്നെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം യോബിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയെന്ന് നമ്മൾ തിരുവനന്തപുരം വായിക്കുന്നു. നാം ഒരുമിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ വിഷയങ്ങൾ നമ്മുടെ വിഷയമായി കണ്ട് ഏറ്റെടുത്ത് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ വിഷയങ്ങളുടെ മേലും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവ് ഇന്ന് പകൽക്കാലം വലിയവ ചെയ്യട്ടെ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് വലിയ വിടുതല് നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് മേൽ കിലോമീറ്റർ താണ്ടി മൈലുകൾ താണ്ടി ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ദൈവം വായിക്കട്ടെ. ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. ആമേ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ താൻ ദാസി മോളുകുട്ടി മോൻസൺ ആണ്. പ്രിയ ദൈവദാസി ആദരപൂർവ്വ സ്നേഹത്തോടെ ആമേ തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യാൻ വേണ്ടി ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഇന്ന് പൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിലെ പ്രാർത്ഥന വിഷയമായിരിക്കാൻ കർത്താവ് എനിക്ക് അവസരം തന്ന ദേവദാസിൻ്റെയും കുടുംബത്തോടും പ്രത്യേകം നന്ദി പറയുന്നു. അല്പസമയം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥന വിഷയങ്ങളായി കടന്നു വരാം. ഒരു വാക്യം ഞാൻ ഇന്ന് വായിച്ചിട്ട് പ്രാർത്ഥന നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സങ്കീർത്തനം 63:1. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. പൽക്കാലം അധികാലത്ത് കർത്താവിനെ അന്വേഷിപ്പാൻ തക്കണം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന ആ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. പൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾക്ക് വിശ്വാസത്തോടെ നമുക്ക് പല വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ഭവന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേക ദേവദാസനെയും മെൻസൻ ഭാഷനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഇരു കുടുംബങ്ങളെയും ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇതിന്റെ പ്രവർത്തനത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അനേക ഇടങ്ങളിൽ അനേക രാജ്യങ്ങളിൽ ഇത് വീണ്ടും വ്യാപരിപ്പാൻ, അനേക ആത്മാക്കൾക്ക് ദൈവിക ആശ്വാസമാകുവാൻ, അനേക ആത്മാക്കൾ രക്ഷയിലേക്ക് കടന്നു വരുവാൻ, ദൈവിക സമാധാനങ്ങൾ പ്രാപിക്കുവാനും അങ്ങനെ ദൈവത്തിന് വേണ്ടി ശക്തിയോടെ പ്രവർത്തിപ്പാൻ തക്കോണം നമുക്ക് ഈ വിഷയത്തെ ഓർത്ത് ഒരാൾക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഒരാൾക്ക് ഈ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. സമയത്തിനായിട്ട് വീണ്ടും നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. നിങ്ങളുടെ പാതപിടിയെ കടന്ന് ഒരു വാന്തക്കൊണുവഴകളാവുന്ന ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി അവസരം തന്നതിനായിട്ട് ദൈവമേ നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. മനോഹരമായ പാട്ടുകളെ പാടുവാൻ തൊക്കണം പ്രിയ പൈതലിന് ഒരുക്കിയതിനായിട്ട് സ്തോത്രം. ദൈവമേ ഹല്ലേലൂയ. ദൈവമേ ഞങ്ങളോട് വീണ്ടും പ്രഭാത സമയത്ത് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ വീണ്ടും നിറച്ച് അനേകർക്ക് വേണ്ടിയിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിപ്പാൻ തക്കണം ഞങ്ങളെ ബലപ്പെടുത്തണം. പരിശുദ്ധാത്മാവതിനായി ഞങ്ങളെ വീണ്ടും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസി പറഞ്ഞ വിഷയങ്ങൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഈ പ്രയർ ഗ്രൂപ്പിനെ എൻ്റെ പാതപിടത്തിലേക്ക് സമർപ്പിക്കുകയാണ്. അപ്പം ഇത് വീണ്ടും അനേകർക്ക് ആശ്വാസവും വിടുതലും സമാധാനവും സന്തോഷവും സൗഖ്യമായി തിരുവാന്തക്കോണം. അനേകാര്യങ്ങൾ രക്ഷകനെ കണ്ടുമുട്ടുവാന്തക്കോണം എല്ലാം ഇതുമൂലം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകാര്യങ്ങൾ വീണ്ടും കടന്നു വന്ന് ആശ്വാസം പ്രാപിപ്പാന്തക്കോണം സ്വർഗത്തിലപ്പം കൂട്ടി വരുത്തണമേ. പരിശുദ്ധാത്മാവതിനായി അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതിന്റെ ചാപ്റ്റേഴ്സിനെ എല്ലാത്തിൽ പ്രവർത്തിക്കുന്ന ദേവദാസന്മാരെ എല്ലാം എൻ്റെ പാതകത്തിലേക്ക് സമർപ്പിക്കട്ടെ. എല്ലാവരെയും കുടുംബമായിട്ട് കുഞ്ഞുങ്ങളായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാവരെയും ശക്തീകരിച്ച് പുതിയ അഭിഷേകത്താൽ കൃപകളാലെല്ലാം നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് തന്നെ ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പൊന്നുനാമം സകല വിധത്തിലും മഹത്വമെടുപ്പാന്തക്കൊണ്ടിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസിനെയും ദാസിയും കുഞ്ഞുങ്ങളെ എൻ്റെ അപ്പച്ചൻ്റെ പാതകത്തിലേക്ക് സമർപ്പിക്കട്ടെ. അപ്പം എൻ്റെ കുഞ്ഞുങ്ങളെയും കുടുംബമായിട്ട് അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ. പൂർണ്ണാരോഗ്യവും ബലവും ഈ ദിവസങ്ങളിൽ വീണ്ടും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയുടെ എല്ലാ പ്രതികൂലങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. ആ ദേശത്തെ എൻ്റെ അപ്പച്ചൻ്റെ വേല അനുഗ്രഹമായി തിരുവാന്തക്കൊണ്ടിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസിനും ദാസി ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഹല്ലേലൂയ ഏറ്റവും അനുഗ്രഹമായി തിരുവാന്തക്കോണം സ്വർഗത്തിലെ കൃപ വീണ്ടും കൂടിയിരിക്കണമേ. പുതിയ അഭിഷേകത്താൽ കൃപകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ രണ്ടുപേരെ അനുഗ്രഹിക്കണമേ. വിദ്യാഭ്യാസം അനുഗ്രഹിക്കണം. അപ്പം സ്വർഗത്തിലെ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. പോക്കിലും അരവിലും തിരുസാന്നിധ്യം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും എൻ്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സമസ്ത വിഷയങ്ങളെ സമർപ്പിക്കട്ടെ. പ്രാർത്ഥന ഇട്ടിരിക്കുക. സ്തോത്രേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. സ്വോത്രം, 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 സ്വോത്രം. അടുത്ത വിഷയം നമുക്ക് പ്രാർത്ഥിക്കാം. ലോകരാജ്യ സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ ഇതെല്ലാം നിർത്തൽ ചെയ്യുവാനും ഈ ദിവസങ്ങളിൽ ദൈവസേനയിൽ ദൈവസ്നേഹവും ദൈവഭാവമുള്ളവരായി ആത്മീയ എരിവുള്ളവരായി ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആത്മാക്കൾ സഭയിലേക്ക് കടന്നു വരുവാൻ ദൈവജനങ്ങളുടെ ഇടയിൽ ഒരു ദൈവിക ആത്മീയ അഭിഷേകങ്ങൾ പ്രാപിച്ച് കർത്താവിൻ്റെ സന്നിധി വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവജനങ്ങളെ കർത്താവ് ഈ നാളുകളിൽ ഒരുക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ അടുത്ത വിഷയങ്ങൾ വക്രതയും കോട്ടയുമുള്ള ദുഷ്ടതലമുറയിൽ നമ്മൾ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ഈ ലോക ഇമ്പങ്ങളിലേക്കും ഈ ലോക പ്രലോഭനങ്ങളിലേക്ക് വഴുതി പോകാതെ ഒരു ചതിക്കുഴിലും അകപ്പെട്ടു പോകാതെ മദ്യപാനത്തിലും മയക്കുമരുന്നിലും ഒന്നും അകപ്പെട്ടു പോകാതെ ദൈവകൃപയിൽ സംരക്ഷിതരായി തീരുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ വിഷയത്തെ ഓർത്ത് ഒരാളെ ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. വാഗ്ദത്തങ്ങളെ വിശ്വസ്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. പേര് പറയപ്പെട്ടതായ വിഷയങ്ങൾ എൻ്റെ അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, ലോകസമാധാനത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ലോകത്തെമ്പാടും സമാധാനവും സന്തോഷവും നൽകണമേ. യുദ്ധങ്ങളൊക്കെയും നിർത്തൽ ചെയ്യുവാനുള്ള കൃപയൊന്ന് നൽകണേ. എൻ്റെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചെങ്കിലേ മതിയാകൂ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, തലമുറകളെ എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ അവിടുന്ന് അനുഗ്രഹിക്കണേ. മദ്യത്തിനും മയക്കിനും ഒക്കെയും കർത്താവേ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരൊക്കെയും ദൈവസ്നേഹത്തോടെ ദൈവഭയത്തോടെ ഞങ്ങളുടെ സഭയ്ക്ക് കുടുംബങ്ങൾക്ക് വ്യക്തികൾക്കൊക്കെയും ഒരു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാക്കി തീർക്കണേ. അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാനിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണേ. കർത്താവേ, ഞങ്ങളുടെ സഭയ്ക്ക് കുടുംബങ്ങൾക്ക് അവർ അനുഗ്രഹിക്കപ്പെട്ടവരാക്കി തീർക്കണേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടനായി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. സ്വോത്രം, അടുത്ത വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ത്യയിൽ സുവിശേഷകരണം നല്ല രീതിയിൽ
ഭയം കൂടാതെ വേണം ദൈവസന്നിധി പ്രതിസന്ധികളില്ലാതെ ദൈവ സുവിശേഷം നടത്തേണ്ടതിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ സുവിശേഷ വിരോധികൾക്ക് മേലെ ദൈവത്തിൻ്റെ ഒരു വലിയ പരിവർത്തനം അയക്കുന്നതിന് വേണ്ടി അവർ ജീവിതങ്ങളിലെല്ലാം ഒരു ദൈവികമായ ഭയം ദൈവം അയച്ച് അവർ സത്യദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം മഹാരാഷ്ട്രയിലെ പാസ്റ്റർ രാജ്കുമാർ യേശുദാസിന്റെ വീണ്ടും അന്തിമ വിധി നാളത്തെ ദിവസമാണ് അവർ കേൾക്കുവാനായിട്ട് അത് വെച്ചിരിക്കുന്നത്. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അവരെ ദൈവം എത്രയും വേഗം ജയിൽ മോചിതരാകുവാൻ കർത്താവിന് വേണ്ടി അവർ ദൈവമേ വിശ്വസ്തയോടെ നിന്ന് ആ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തൊക്കെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അങ്ങനെ ജയിലിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരിലും എത്രയും വേഗം കർത്താവ് ദൈവം ഒരു മോചനം കൊടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഛത്തീസ്ഗഡിനെയും മഹാരാഷ്ട്രയും അങ്ങനെ വടക്കേ ഇന്ത്യക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ഒരു വലിയ വാതിൽ കർത്താവ് തുറക്കുവാൻ, കർത്താവിൻ്റെ വചനം എത്താത്ത അനേക ഗ്രാമങ്ങളിൽ ഇന്നും സുവിശേഷം എത്തിക്കുവാൻ ദൈവം സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്ത് ചുരുക്കമായിട്ട് ഒരാൾ പ്രാർത്ഥിക്കും. സ്തോത്രം സ്തോത്രം. കാരുണ്യവാനും നിത്യരും മഹാപരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പച്ച അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ആമേ ഞങ്ങൾക്ക് ഹല്ലേലൂയ ആമേൻ അവിടെ എവിടെയായി കർത്താവിന്റെ പാദപീഠത്തിൽ ഒരുമിച്ച് ഈ തണലിന്റെ മറവിലായിരിക്കാൻ തക്കവണ്ണം സ്വർഗീയ ദൈവം ഇടയാക്കിയ വിലയേറിയ സാവകാശത്തിനായി സ്തോത്രം കർത്താവേ. അങ്ങയുടെ പ്രിയദാസി പറഞ്ഞ വിഷയത്തിന് മേൽ സ്വർഗീയ പിതാവേ അവിടുന്ന് ശ്രദ്ധ വെച്ചു കേട്ടു. ഹല്ലേലൂയ ആമേൻ. കർത്താവ് തന്റെ മക്കൾക്ക് തക്ക സമയത്ത് വിടുതലയക്കുന്ന ദൈവമാകിയാൽ സ്തോത്ര. കണ്ണുനീരോടെ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നപ്പാ. ആമേൻ കർത്താവേ. നോർത്തിന്റെ ദേശത്തിനായി സ്തോത്ര കർത്താവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അനേക ദൈവദാസന്മാർ കുടുംബമായി കർത്താവേ ആ ദേശത്ത് കർത്താവിന്റെ വേല ചെയ്യുന്നു. ഹല്ലേലൂയ ആമേൻ കർത്താവേ. ആഗ്രഹിച്ചിട്ടും പലർക്കും സാധിക്കാത്ത ആമേൻ ആ ഹല്ലേലൂയ സ്ഥലങ്ങളിലൊക്കെയും കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ ആമേൻ ഘോഷിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. ശക്തന്മാരെ അനുഗ്രഹിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവര് കർത്താവെ പലരും ജയിലറകളിലായിരിക്കുന്നു. ദൈവത്തിന്റെ കരം ഈ ദിവസങ്ങളിൽ ഇറങ്ങുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഒരത്ഭുത വിടുതൽ കാണുവാൻ യേശുവിന്റെ കരം ചലിക്കുമാറാക്കണമേ. വിശ്വസ്തന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയിലറകളിലായിരിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷിയാൽ കർത്താവെ ഹാലേലിയ രാജ്കുമാർ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളത്തെ ഹാലേലിയ വിധി ആമേൻ കൽപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ കരം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ അവിടുത്തെ കരമിറങ്ങണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. അതുപോലെ അനേകരുണ്ട് കർത്താവേ സ്തോത്ര. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ആയിരിക്കുന്നവർ കർത്താവിന്റെ കര ആമേൻ പ്രവർത്തിക്കുമാറാക്കണം. അനുകൂലമായ ഒരു വിധി കേൾപ്പാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. അവരുടെ ഓരോരുത്തരുടെ കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവസഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തം കൊണ്ട് അവരെ മുദ്രയിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ സ്തോത്ര. ആമേൻ ഹല്ലേലൂയ കർത്താവേ. പ്രതികൂലം ആമേൻ ഒത്തിരി ഉണ്ടെങ്കിലും കർത്താവിന് വേണ്ടി ആമേൻ അനേകരെ ഈ നാളുകളിൽ അവിടുന്ന് ഹല്ലേലൂയ വാർത്തെടുക്കുന്നതിനാൽ സ്തോത്രം സ്തോത്രം നാഥ. ആമേൻ. തിരുസാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ വീണ്ടും മറയ്ക്കണം. പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ കൃപയോടെ കേൾക്കണം പൊന്നു പിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രാർത്ഥിച്ച ആൻറ്റി ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം ഇന്ന് അനേകർ മാരകമായ പല രോഗങ്ങളാൽ ഇന്ന് ശാരീരികമായ ക്ലേശങ്ങളാൽ അനുഭവിക്കുന്ന അനേകരുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പല കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ പെട്ടെന്നുള്ള രോഗത്തിലാൽ മാരകമായ രോഗത്താൽ ഹോസ്പിറ്റലിലും ഭവനങ്ങളിലൊക്കെ ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ മദ്യപാന നിമിത്തം അനേക കുടുംബങ്ങളിൽ സമാധാനം സന്തോഷമില്ലാതെ പ്രയാസത്തിലും ഭയത്തിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന അനേക കുടുംബങ്ങളുണ്ട്. ആ പ്രത്യേക കുടുംബങ്ങളെല്ലാം നമുക്ക് ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട്. PNR വേണ്ടി അപേക്ഷിച്ചവരുണ്ട്. വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചവരുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ട് അതിന് അടയ്ക്കുവാൻ കഴിയാതെ ഒക്കെ ഭാരപ്പെടുന്നവരുണ്ട്. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം
തക്ക സമയങ്ങളിൽ എല്ലാം ദൈവം ലഭിക്കുവാനും അവർക്ക് പോകേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുവാനും അവർക്ക് വിസ, എഡ്യൂക്കേഷൻ ലോണ് ഇതെല്ലാം തക്ക സമയത്ത് ലഭിച്ച് അതെല്ലാം അടച്ച് അവർക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുവാനുള്ള കൃപ കർത്താവ് കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തെ ഓർത്ത് ഒരാൾ ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവേ സ്തോത്രം, പരിശുദ്ധനാണ് ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പറയപ്പെട്ട വിഷയങ്ങളെ സ്തോത്രത്തോടെ പ്രാണപ്രിയന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാ അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ എല്ലാ നല്ല ബുദ്ധിയും ജ്ഞാനവും ദൈവകൃപയും കർത്താവ് കൊടുക്കണമേ. എഡ്യൂക്കേഷൻ ലോൺ ലഭിക്കേണ്ട കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് എത്രയും പെട്ടെന്ന് ലോണുകൾ ലഭിക്കുവാനിടയാക്കണം. വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവര്, അവിടെ കടന്നുപോയ കുഞ്ഞുങ്ങളെ കർത്താവ് ദിവസങ്ങളിൽ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരെയും അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന വിശേഷമായ ജ്ഞാനവും ദൈവകൃപയോരുടെ മേൽ ധാരാളമായി പകരണമേ. കർത്താവ് സ്തോത്രം, സ്തോത്രം. അപ്പൊ അങ്ങയുടെ ന്യായപ്രമാണം ആചരിക്കുന്ന ഏവർക്കും നല്ല ബുദ്ധി ഉണ്ടെന്ന് ദൈവത്തിന്റെ വചനമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും കർത്താവിന്റെ കൃപയും അവരുടെ മേൽ അധികമായി പകരുമാറാണ്. ഞങ്ങളുടെ എല്ലാ മക്കളെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആത്മീക, ഭൗമിക, ശാരീരിക, മാനസിക മേഖലകളിലെല്ലാം അപ്പന്റെ കരം കൂടെ ഇരിക്കുമാറാകണം. അവരെങ്ങും തകർന്നു പോകുവാൻ അനുവദിക്കില്ല, ചതിക്കുഴിയിൽ വീട് പോകുവാൻ ദൈവം അനുവദിക്കല്ല, ദുഷ്ട കണ്ണുകൾ അവരെ ദൃഷ്ടി വയ്ക്കുവാൻ അനുവദിക്കാതെ കാൽവറി ക്രൂശി ഞങ്ങൾക്കായി ഒഴുക്കി തന്ന പുണ്യാക രക്തത്താലും അപ്പന്റെ പരിശുദ്ധ വചനത്താലും അങ്ങയുടെ തിരു രക്തത്താലും ഞങ്ങൾ അവരെ മുദ്രയിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അപ്പന്റെ കരങ്ങളിലേക്ക് രാവിലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കുവാൻ സ്വർഗമിടയാക്കും. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായ സ്തോത്രം, മഹത്വമെടുത്തതിനായ സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനുഗ്രഹിക്കട്ടെ. നമുക്കിനി ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയങ്ങളിൽ എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടുകൂടി വേർപാടുകൂടി ഒരുക്കപ്പെടുവാനും വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിൽക്കേണ്ടതിനുമായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്രകാരം എല്ലാ സഭയിലും ഒരു നല്ല ഉണർവിന്റെ അനുഭവം ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. പരീക്ഷയിലെല്ലാം നല്ല ബുദ്ധിയോടെ ജ്ഞാനത്തോടെ കുഞ്ഞുങ്ങൾ എഴുതുവാനും അവർ ഭയം കൂടാതെ കർത്താവിന്റെ സന്നിധി വിശ്വസ്തയോടെ നിൽക്കുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തെ ഓർത്ത് ഒരാൾ ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവെ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന നാഥ, നിത്യനും പരിശുദ്ധനുമായിരിക്കും ഞങ്ങളുടെ നല്ല യേശു കർത്താവെ. നാഥ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ കർത്താവെ. അതിനെ അങ്ങയുടെ ദാസി പറഞ്ഞ വിഷയങ്ങളെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവെ. നാഥ, എൻ്റെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവെ, നാഥ ഹല്ലേലൂയ, ഓരോരുത്തരും കർത്താവ് വിശുദ്ധിയോടും വേർപാടോടും കൂടെ ആമേൻ എൻ്റെ കർത്താവിനെ എതിരേൽപ്പാൻ, എൻ്റെ കർത്താവിനോട് കൂടി ആയി തീരുവാൻ അപ്പാ ഹല്ലേലൂയ അതീവ ജാഗ്രതയോടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. ആമേ, സഭകളിലൊക്കെയും കർത്താവ് ഉണർവിന്റെ ആവിയെ കർത്താവ് ഒന്ന് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നാഥ, ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന ആ സഭകളിൽ ഉണർവിന്റെ ആത്മാവിനെ കർത്താവ് പകർന്ന് ഹല്ലേലൂയ അത് ദേശം മുഴുവൻ കർത്താവ് ഒന്ന് ഹല്ലേലൂയ ഒന്ന് വ്യാപിക്കട്ടെ കർത്താവേ. അനേകർ കർത്താവേ ഹല്ലേലൂയ ഇനിയും നിത്യജീവനായി നിയമിക്കപ്പെട്ട അനേകരും കർത്താവ് ഇനിയും ക്രിസ്തുവിനെ അറിയാത്തവരായിട്ടുണ്ട്. എന്നാൽ കർത്താവരുടെയൊക്കെയും അരികിലേക്ക് കർത്താവ് സത്യവചനം എത്തിച്ചേരേണ്ടതിന് നാഥ തിരുമേനി ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, നാഥ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെയും എക്സാമിന്റെ സമയങ്ങളായിരിക്കുന്നു. കർത്താവ് ചില കുഞ്ഞുങ്ങൾ കർത്താവ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് എല്ലാ മക്കളെയും കർത്താവ് ബലപ്പെടുത്തണമേ. കർത്താവ് ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമായിരിക്കാൻ അവയെ ആചരിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയും കർത്താവ് നാഥ അങ്ങയിൽ അടിസ്ഥാനം വിട്ട് അങ്ങയിൽ വളരുന്നവരായി തീരട്ടെ കർത്താവെ. അങ്ങയിൽ നിന്നുള്ള ബുദ്ധി കർത്താവെ ആ ബുദ്ധി ജ്ഞാനവും എല്ലാം കൊടുത്ത് കർത്താവ് കുഞ്ഞുങ്ങളെ മാനിക്കണമേ. എല്ലാവർക്കും കർത്താവ് നല്ല റിസൾട്ടിനെ കർത്താവ് കൊടുക്കണമേ. പ്രത്യേകിച്ച് 10th-ലും 12th-ലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അപ്പന്റെ കരങ്ങളിലേക്ക് കർത്താവ് ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. അപ്പച്ച, അതുകൂടാതെ LKG മുതലപ്പ പഠിക്കുന്ന എല്ലാ മക്കളുകളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും ദൈവകൃപ കർത്താവ് ധാരാളമായിട്ട് പകർന്നിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അങ്ങാണ് പറഞ്ഞിരിക്കുന്ന സകല ജഡത്തിന്റെ ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്തതായ വല്ല കാര്യവുമുണ്ടോ അപ്പ അങ്ങ് പ്രവർത്തിപ്പാൻ ശക്തനായിരിക്കുക. സ്തോത്ര. അപ്പന്റെ കരങ്ങളിലേക്ക് എല്ലാ വിഷയങ്ങളും ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനകളെ യാചനകൾ കർത്താവ് കൈക്കൊണ്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രാർത്ഥനകൾ കേട്ടതിനായി കർത്താവിന് നമുക്ക് നന്ദി പറയാം. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിച്ച ആൻറ്റി ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ വേഗത്തിൽ പറയാം.
പ്രൈസ് ലോട്ട്. നാളെ മോക്ക് ഡാനിയായിക്ക് 12th ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. ഫിസിക്സ് ആണ്. ദൈവമക്കളുടെ വിലയേറിയ പ്രാർത്ഥന ചോദിക്കുന്നു. ഇതുവരെയും കഴിഞ്ഞ നാളുകളെല്ലാം അവൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു. വീണ്ടും ഈ ഫിസിക്സ് ഓർത്ത് പ്രാർത്ഥിക്കുക. അത് ഇച്ചിരി ടഫാണ് മോക്ക്. പ്രാർത്ഥിക്കാൻ പ്രൈസലോട്. എൻ്റെ ഒരു ഹസിൻ പേര് തങ്കച്ചൻ എന്നാണ്. അവൻ പാർക്കിൻസ് ഡിസീസ് കഷ്ടപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഒന്ന് വീണപ്പോൾ എൻ്റെ സ്പെക്സ് കൊണ്ട് മുഖത്തൊക്കെ മുറിവുണ്ട്. 12-14 സ്റ്റിച്ച് കണ്ടിട്ടു. അവനൊരു ടീച്ചറായിരുന്നു. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ്. അവനൊരു പൂർണ്ണ വിടുതൽ കിട്ടേണ്ടതിന് വേണ്ടി മക്കളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. പിന്നെയും ബ്രഹ്മന് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ്റെ അപ്പോയിൻമെൻ്റ് അവന് ലയിക്കാൻ വേണ്ടിയിട്ട്, വീടിനടുത്തൊരു ജോലി ലയിക്കാൻ വേണ്ടി പിന്നെയും പ്രാർത്ഥന ചോദിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും. സ്തോത്രം. ഓക്കെ ആൻറ്റി. ഞങ്ങളുടെ എൻ്റെ മോന് റിക്കിക്ക് ഇപ്പം ബാംഗ്ലൂരിൽ ജോലിയില്ല. അവന് ബാംഗ്ലൂരിൽ ഒരു ജോലി കിട്ടേണ്ടതിന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ജോലി കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ കുടുംബത്തെ വിട്ടിട്ട് പോകാനുള്ള മാനസികമായിരിക്കുന്ന വിഷമങ്ങൾ ഉള്ളത് കൊണ്ടാണ് ബാംഗ്ലൂരിൽ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകമായിട്ട് ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. ഓക്കെ ആൻറ്റി, പ്രാർത്ഥിക്കാം. സർജറി എല്ലാം കഴിഞ്ഞു, റൂമിലോട്ട് മാറ്റി. ഇപ്പൊ സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ ഇനി അത് ബയോപ്സിക്ക് അയച്ചിട്ടുണ്ട്. റിസൾട്ട് വരുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല എന്ന് കേൾക്കണം. പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തക്ക സമയത്ത് ഭവനത്തിൽ കടന്നു വരണം. പിന്നെ ഗ്രേസ് തിങ്കളാഴ്ച കടന്നു പോവുകയാണ്. പൈതലിന്റെ യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. പിന്നെ അഡ്മിഷൻ ഇന്റർവ്യൂവിൻ്റെതായ വിഷയത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് അഡ്മിഷൻ ലഭിക്കണം. പിന്നെ ഭവനത്തിന്റെ പണി, സഹോദരന്റെ, അതെല്ലാം ഓർത്ത്, പിന്നെ അടിയനെയും കുഞ്ഞുങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണം. ഓക്കെ, അവനോ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രൈസ് ലോർഡ് ആൻറ്റി. ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു പ്രാർത്ഥനാ വിഷയം ബിന്ദു ആൻറ്റിയോട് പറഞ്ഞ് ആൻറ്റി എഴുതിയിട്ടു. എൻ്റെ ചേച്ചിയുടെ മോള് അവൾക്ക് പെട്ടെന്ന് നെഞ്ചിനകത്ത് വേദന ഉണ്ടായി. രാവിലെ മുതലേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പകല് വയ്യോളം ഹോസ്പിറ്റലായിരുന്നു. വൈകിട്ട് അവളെ ഡിസ്ചാർജ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് കൊച്ചിന് കാലനക്കാൻ വയ്യ, നെഞ്ചിനകത്ത് വേദനയായി. അവിടെ കാല് തളർന്നു പോയതുപോലെ തോന്നിയെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ വേഗം പ്രാർത്ഥനാ വിഷയം വിട്ടിരുന്നു. ദൈവമക്കളുടെ ആത്മാർത്ഥമാണ് പ്രാർത്ഥിച്ച എല്ലാവരോടുള്ള നന്ദി എല്ലാം ഞാൻ ദിവസനെ അറിയിക്കുന്നു. അവിടെ കാല് ചലിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. സോഡിയം കുറഞ്ഞു പോയതായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ശക്തമായ തലവേദനയാൽ ഭാരപ്പെടുന്നു. കുഞ്ഞിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥിച്ച എല്ലാവരോടും വിശേഷാൽ ബിന്ദു ആൻറ്റിയോടും മെൻസം പാസ്റ്ററോടും ഒക്കെയുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും ദൈവാനുഗ്രഹിക്കും. ആമേൻ. സ്തോത്രം. ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പർച്ചേസ് പ്രൈസ് ലോർഡ് ആൻറ്റി. ഇന്നലെ മോൻ്റെ ബോർഡ് എക്സാം നടക്കുമായിരുന്നു. ഇന്നലെ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. കുഞ്ഞിന് നന്നായി എക്സാം എഴുതുവാൻ ദൈവം കൃപ ചെയ്തു. പ്രാർത്ഥിച്ച എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ആമേൻ. സ്തോത്രം. ഇനിയുള്ള വിഷയങ്ങൾ നന്നായിട്ട് കൃപയിലേക്കുണ്ടെന്ന് എല്ലാവരും പ്രാർത്ഥന ചോദിക്കും. പ്രാർത്ഥന. അല്പം ചുമയുണ്ട്. ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ചുമയാണ്. അതുകൊണ്ട് അവർക്ക് പേടിയുണ്ട്. അതൊന്ന് മാറാൻ വേണ്ടി. ഓക്കെ, ഈ വിഷയങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. മകപരിശുദ്ധനായ ദൈവമേ, നല്ല പിതാവേ, അനുഗ്രഹിക്കട്ടെ മനോഹരമായ നല്ല സമയത്തിന് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആരംഭം മുതൽ കർത്താവെ പല വിഷയങ്ങൾ ദിവസം വെച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതിന് ദൈവത്തിന് നന്ദി പറയുന്ന കർത്താവെ, പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളുടെ മുമ്പിലെല്ലാം കർത്താവ് ഞങ്ങൾക്ക് മറുപടി തന്ന് മാനിച്ച് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പറഞ്ഞ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിനേക്കായി പ്രത്യാൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞിൻ്റെ ഫിസിക്സിൻ്റെ എക്സാമാണ് നാളെ. കർത്താവെ, നല്ല രീതിയിൽ എഴുതുവാനുള്ള കൃപ അതിന് ദൈവം കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏത് വിഷയത്തിനുള്ളിൽ ഭയമായിട്ട് ഭാരപ്പെടുന്ന വിഷയത്തിന് മുമ്പിൽ കർത്താവ് മറുപടി കൊടുത്ത് മാനിക്കണമേ കർത്താവെ. നല്ല രീതിയിൽ എഴുതുവാൻ കർത്താവെ, പഠിച്ചതൊക്കെ നല്ല രീതിയിൽ കർത്താവ് ഓർമ്മയോടെ ഇരുന്ന് എഴുതുവാനുള്ള കൃപ പൈതലിന് ദൈവം കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പൈതലിനെ ദൈവകരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ, കുടുംബമായ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ രക്ഷയിലേക്ക് കടന്നു വരുവാനും കർത്താവിനെ ഒന്നിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനുള്ള കൃപ കർത്താവ് നൽകിക്കൊടുത്ത് സഹായിക്കണം. എല്ലാ പ്രാർത്ഥന വിഷയത്തിന് മുമ്പിൽ ദൈവം മറുപടി കൊടുത്ത് മാനിക്കുമാറാണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്ര. ഹല്ലേലൂയ. ലോകത്തിൽ കർത്താവെ, കല്ല് സ്റ്റിച്ചൊക്കെ ഇട്ടിരിക്കുന്ന കർത്താവ് ദിവസങ്ങളിൽ പൂർണ്ണമായ ഒരു വിടുതൽ
പ്രാപിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവിടുന്ന് സഹായിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളെയും മാറി കർത്താവ് വിടുതലോടുകൂടി കർത്താവിനെ സ്തുതിപ്പാൻ ഇടയാക്കുമാറണേ. മുറിക്കുന്നതിന് മുറിവ് കെട്ടുന്നു എൻ്റെ കർത്താവായിരിക്കാൽ സ്തോത്രം. പൂർണ്ണമായി കർത്താവ് മുറിവെല്ലാം കരിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രമുഖനായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതിലെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് ലക്ഷ്യത്തിന് മുമ്പിലെല്ലാം കർത്താവ് മറുപടി കൊടുത്ത് മാനിച്ച് കർത്താവ് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ എനിക്കായി പ്രാർത്ഥിക്കുന്നു. റിക്കുമോനായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതിന് ബാംഗ്ലൂരിൽ കർത്താവ് ജോലി ലഭിപ്പാൻ വേണ്ടി അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമേ ദിവസങ്ങളെ ഹാലേലിയ എൻ്റെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് കർത്താവ് പ്രവർത്തിക്കുമാറാകണമേ. കർത്താവെ ഫാമിലി ഇട്ടിട്ട് പോകുവാൻ ബുദ്ധിമുട്ടുണ്ട്, നീ അറിയുന്ന കർത്താവെ. ഈ ദിവസങ്ങളിൽ ഹാലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന ആളുകൾ എത്രയും വേഗം തന്നെ ബാംഗ്ലൂരിൽ തന്നെ പൈതനൊരു ജോലി ലഭിച്ച കർത്താവ് ഒരു കുടുംബമായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നോക്കണം. സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവനാൻ്റെ പരമേശ്വരനായി പ്രാർത്ഥിക്കുന്നതോട് ഓപ്പറേഷനൊക്കെയും കഴിഞ്ഞ കർത്താവെ ഹാലിലെ പ്രൈസ് ലോർഡ് അല്ലെങ്കിൽ കർത്താവെ ആയിരിക്കുന്നല്ല കർത്താവെ പൂർണ്ണമായി വിടുതൽ സഹിക്കും. ഉയരത്തിലെ ദൈവം നിങ്ങൾ കൽപ്പിക്കുമാറാകണമേ. ഇത്രത്തോളം ദൈവം വിടുവിച്ചല്ലോ കർത്താവെ. കർത്താവെ കർത്താവെ നിന്റെ കൃപ ഒന്ന് മാത്രമാണപ്പാ. നീ ആ പൈതനോട് കൂടിയിരുന്ന പിതാവിന്റെ മാളെ നീ ബലപ്പെടുത്തി ശക്തിരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. പൂർണ്ണമായി വിടുതൽ സൗഖ്യവും നൽകി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഏകദേശം ദിവസങ്ങൾ കടന്നു പോകുന്നല്ലോ. അപ്പൊ അതിന്റെ എല്ലാ വിഷയത്തിനും മുമ്പിലാ കർത്താവ് മറുപടി എടുത്ത് മാനിക്കണം. കടന്നു പോകുന്നിടങ്ങളിൽ കർത്താവ് ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ടില്ലാതെ വിടാം. എത്രയും വേഗം ജോലി കാര്യങ്ങളൊക്കെ കർത്താവ് കൂടിയിരിക്കണം. ഒരു തടസ്സം കൂടാതെ എല്ലാം ഭംഗിയായി നടക്കുവാൻ നോക്കണം. അപ്പൊ അതിനെ ദൈവം സഹായിക്കുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഇന്റർവ്യൂവിലൊക്കെയും നല്ല രീതിയിൽ കർത്താവ് ചെയ്യുവാനുള്ള കൃപ നീ കൊടുക്കുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്കായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ചേച്ചിയുടെ ആ നെഞ്ചിന് വേദന കർത്താവ് പൂർണ്ണമായി വിടുതലും സൗഖ്യവും കർത്താവ് കൊടുത്തല്ലോ. ദൈവത്തിന് നന്ദി വരുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പൂർണ്ണമായി വിടുതലും സൗഖ്യം പ്രാപിച്ച് എത്രയും വേഗം എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവ കാര്യാദികളൊക്കെ ചെയ്യുവാനുള്ള കൃപ ദൈവം നൽകി കൊടുത്ത് നീ പരിപാലിക്കണമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ കുടുംബമായി കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. തലയുടെ വേദനയ്ക്ക് പൂർണ്ണ സൗഖ്യം വിടുതൽ നൽകി കർത്താവ് മാനിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സുനാനിക്കായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിന്റെ ബോർഡ് എക്സാം ഒക്കെയും നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെയും പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ എഴുതുവാനുള്ള കൃപ പൈതന് ദൈവം കൊടുത്തല്ലോ. വീണ്ടും കർത്താവ് മുൻപോട്ടുള്ള ഭാവി കാര്യങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ. ദൈവം വിടുവിക്കുമാറാണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ലതായ രീതിയിൽ നല്ല റിസൾട്ട് കൊടുപ്പാൻ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ കാര്യങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ കുഞ്ഞിന്റെ ആ ചുമയ്ക്ക് പൂർണ്ണമായൊരു വിടുതൽ സൗഖ്യം ഈ ദിവസങ്ങളിൽ കർത്താവ് കൊടുക്കണമേ. ഹോസ്പിറ്റലായിരിക്കുമ്പോൾ കർത്താവ് മറ്റുള്ളവർക്കൊക്കെയും അല്ലെങ്കിൽ ഏതെല്ലാം രോഗങ്ങൾ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചാലും ദൈവമേ നിന്റെ കുഞ്ഞിനെ നീ സുരക്ഷിതമായി നീ കാത്തുകൊള്ളണമേ. എല്ലാവിധമായ രോഗബിമാരികളിൽ നിന്നും ദൈവം വിടുവിക്കണമേ. ആവാത്തൊരു വൈറസോ ഒരു പ്രോബ്ലം ഒന്നും കർത്താവ് അതിനെ തൊടുവാൻ ദൈവം അനുവദിക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു. താവേന്മാർ പറഞ്ഞ എല്ലാ വിഷയങ്ങളെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഡിവേഴ്സിലായിരിക്കുന്ന എല്ലാ ദാസന്മാരെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒരു സമയം കൂടെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക വിഷയങ്ങൾക്ക് പറയുവാൻ കഴിഞ്ഞിട്ട് വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ഇന്ന് പൽക്കാലം എല്ലാ വിഷയങ്ങളെയും ശ്രദ്ധയോടെ കേട്ടതിനായി സ്തോത്രം. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കർത്താവ് ഞങ്ങളുടെ അഭിഷിക്ത ദാസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എൻ്റെ വചനം സംസാരിക്കുമ്പോൾ കർത്താവ് വാസ്തവമാടിയോട് സംസാരിക്കണമേ. ആഴമായി ഞങ്ങളുടെ കർത്താവ് ഹൃദയത്തിന്റെ ആഴത്തിൽ കിടക്കുന്ന മറിഞ്ഞിരിക്കുന്ന മാർവ്യ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുമാറാകണമേ. ഓരോ ദിവസങ്ങളും അപ്പച്ചനോട് ഞങ്ങൾ പറ്റിച്ചേർന്ന് വചനത്തിന്റെ അനുസരണത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ കർത്താവെ കഴുകുവാൻ ഞങ്ങൾ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഓരോ ദിവസങ്ങളും അപ്പച്ച ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളുടെ ദാസനെ കർത്താവിന്റെ കരങ്ങളിലെ പൂർണ്ണമായി ഞങ്ങൾ കുടുംബമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് കാലത്തെ മീറ്റിങ്ങളുടെ ജീവിതത്തിലെല്ലാം അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം മാനവും മഹത്വം എടുക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിനെ ആമേൻ ആമേൻ ആമേൻ. നമ്മുടെ പ്രാർത്ഥന നമുക്ക് കർത്താവിന് നന്ദി പറയാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥന വിഷയങ്ങൾ ലീഡ് ചെയ്യുവാൻ തക്കണം എനിക്ക് അവസരം തന്ന കർത്താവിന്റെ അഭിഷിക്ത ദാസനും കുടുംബത്തോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ വിരമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു സിസ്റ്റർ മുളുകുട്ടി സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വെസ്റ്റ് ബംഗാളിൽ കർത്താവിന്റെ വേലയിൽ ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ. ഇത്രത്തോളം സമയം എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് സമയം കറക്റ്റായിട്ട് തന്നെ നിയന്ത്രിച്ച് പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ ഞങ്ങളുടെ ദാസിയെ ദൈവം സഹായിച്ചല്ലോ. വീണ്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? പുതുതായിട്ട് ഈ പ്രാർത്ഥനയിൽ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ? ജീവൻ എന്ന് പറയുന്ന ഒരു ഡിവൈസ് കാണുന്നുണ്ട്.
അതുപോലെ രഞ്ജീസ് ജേക്കബ് എന്ന് പറയുന്ന സഹോദരൻ UAE-യിലെ നമ്മുടെ ജെയിംസ് ജാന്റെ സ്നേഹിതനാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അനേക വിഷയങ്ങളെ ഓർത്ത് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നല്ലോ. ഒരുമിച്ച് അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാനും കരയുവാനും ദൈവം ഒരുക്കുന്ന നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന വിഷയങ്ങൾ പ്രയർ ഗ്രൂപ്പിലൊക്കെ കടന്നു വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ പ്രാർത്ഥന വിഷയങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു വാക്കെങ്കിലും നിങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആ ഗ്രൂപ്പിലൂടെ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന വിഷയം ഇടുന്നവർക്കും എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. അതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മള് ചില നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നായ ഗുജറാത്ത് ഗാന്ധിധാമിലുള്ള ജെയിംസ് ചാന് ക്യാൻസർ വളരെ ഭാരപ്പെട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിപ്പാടയായ നാളുകളായിട്ട് കഴിഞ്ഞ ദിവസം ആ പ്രിയ ചാന് കർത്താവിന്റെ സന്നിധാനത്തില് ചേർക്കപ്പെടുവാടയായി. നാളെ അതിന്റെ ഫ്യൂണൽ സർവീസ് ആണ്. ഞാൻ ഇന്ന് രാത്രിയില് ഗാന്ധിധാമിലേക്ക് കടന്നു പോവുകയാണ്. ഇവിടുന്ന് ഒരു 7-8 മണിക്കൂർ ദൂരമുണ്ട്. പ്രത്യേകമായി രാത്രിയിൽ 12 മണിക്കാണ് ട്രെയിന്. പ്രത്യേകമായി പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ അംഗ്ലീശ്വരം, ബെറൂച്ച്, നടിയാത് 3-4 ദിവസങ്ങളിൽ ഞാൻ ഇവിടെ കാണുകയില്ലായിരിക്കും. അതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, യാത്രയിലായിരിക്കും. അവിടങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷകളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ. ചൊവ്വാഴ്ച രാത്രി ഞാൻ തിരിച്ചിവിടെ എത്തും. പ്രത്യേകമായി എല്ലാവരും പ്രാർത്ഥിക്കണമേ. നമ്മുടെ പി.ഡി. തോമസ് പാസ്റ്ററേയും കാണുവാൻ വേണ്ടി ഞാൻ ആ വഴിക്ക് പോകുന്നുണ്ട്. കർത്താവിന്റെ ദാസനും ആരോഗ്യത്തോടെ ബലത്തോടെ ശക്തിയോടെ ആയിരിക്കുന്നു. പൂർണ്ണമായ ബലവും ശക്തിയും കഴിഞ്ഞ ദിവസം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മുടെ ഗ്രൂപ്പില് ദൈവനും സുശിഷിപ്പാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചല്ലോ. അതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന അനേക അഭിഷിക്തന്മാര് നമ്മുടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ തിരക്കിനിടയിലും സഭയുടെ ഉത്തരവാദിത്തങ്ങൾ ശുശ്രൂഷകളൊക്കെയുള്ള ദൈവദാസന്മാര് ആണല്ലോ നമ്മുടെ പ്രാർത്ഥനാ കുടുംബാംഗങ്ങളായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വളരെ തിരക്കിനിടയിലും സ്തോത്രം കർത്താവിന്റെ ദാസന്മാര് കടന്നു വന്ന് വചനം സൂക്ഷിപ്പാൻ ഇന്നലെ നമ്മുടെ മീഡിയയിലെ പ്രിയ റിജി ജോൺ പാസ്റ്റർ അമ്മയ്ക്ക് സുഖമില്ലായത് ഹോസ്പിറ്റലിൽ കടന്നു പോയിട്ട് ഓടി വന്ന് നമ്മുടെ പ്രാർത്ഥന ഫേസ്ബുക്ക്, യൂട്യൂബിലൊക്കെ മീഡിയയിൽ ദൈവം സംസാരിപ്പാനൊക്കെ കർത്താവിന്റെ അഭിഷിക്തനെയും ദൈവം സഹായിച്ച എല്ലാ അഭിഷിക്തദാസന്മാരെയും കർത്താവ് ഉദാഹരണമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ സ്നേഹിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ലോക ഇമ്പങ്ങളെക്കാൾ ഉപരിയായി, ലോക നന്മകളെക്കാൾ ഉപരിയായും കർത്താവിന്റെ സ്നേഹം അനുഭവിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. സമയം നമ്മുടെ മുമ്പോട്ട് തന്നെ പോവുകയാണല്ലോ. ദൈവത്തിന്റെ ആത്മാവിലെ ഇന്ന് പകൽക്കാലം എന്നെ ചിന്തിച്ചതായ ഒരു തിരുവചനം നമുക്ക് വായിക്കാം. 139 സങ്കീർത്തനം, 139 സങ്കീർത്തനം, അതിന്റെ 13-14 വാക്യം. 139 13-14 വാക്യം. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഈ തിരുവചനത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകങ്ങളിൽ ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചതാകുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾ വായിപ്പാടയായത്. സ്തോത്രം, ഹല്ലേലൂയ. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തി അത്ഭുതകരമാകുന്നു, അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. മനുഷ്യ ശരീരത്തെ നിർമ്മിച്ച ദൈവത്തിന്റെ സാന്നിധ്യം എത്ര വലുതാണെന്നറിയാമോ? നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിന്, നമ്മുടെ തലച്ചോറിന് ഒരു 1.5 കിലോ ഭാരമുണ്ടെന്നാണ് സയൻസ് പറയുന്നത്. നമ്മുടെ തലച്ചോറിന് 1.5 കിലോ ഭാരമുണ്ട്. നമ്മുടെ ഷായിച്ചാലൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അവരൊക്കെ വൈദ്യശാസ്ത്ര രംഗത്തൊക്കെ നല്ല രീതിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണല്ലോ. ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചതായ ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. മനുഷ്യന്റെ ശരീരത്തിന്റെ തലച്ചോറിന് 1.5 കിലോ ഭാരമുണ്ട്. 10,000 കോടി നാഡീകോശങ്ങൾ മനുഷ്യനുണ്ട്. 10,000 കോടി നാഡീകോശങ്ങളുണ്ട്. ഓരോന്നിനും ഇതുപോലെ ഇതര കോശങ്ങളുമായി 25,000 അന്തർബന്ധങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. 25,000-ഓളം അന്തർബന്ധങ്ങളുണ്ട്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് 335 ഗ്രാം തൂക്കമുണ്ട്. 250 കോടി പ്രാവശ്യം ഹൃദയമിടിച്ചിരിക്കും. ദൈവമേ, ഒന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്. നമ്മുടെ ഹൃദയം 250 കോടി പ്രാവശ്യം ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയം ഒന്ന് സ്പന്ദിക്കുമ്പോൾ, ഹൃദയം ഒന്ന് അനങ്ങുമ്പോൾ
2.5 ounce രക്തം അയാളുടെ രക്തക്കുഴലിലേക്ക് തള്ളിക്കയറുന്നു. നമ്മൾ ഹൃദയം നടിക്കുമ്പോൾ 2.5 ounce രക്തം അയാളുടെ രക്തക്കുഴലിലേക്ക് തള്ളിക്കയറുകയാണ്. ദിവസം ഹൃദയം ഏകദേശം 1600 ഗാലിയൻ രക്തധമനികൾ പമ്പ് ചെയ്യുന്നു ഒരു ദിവസം. നാം പിറക്കുമ്പോൾ നമുക്ക് എത്ര എല്ലുകൾ ഉണ്ടായിരിക്കും? ശാസ്ത്രം പറയുന്നത് 270 എന്നാണ്. മരിക്കുമ്പോൾ 206 എല്ലുകൾ. ബാക്കി 64 എല്ലുകൾ എവിടെ പോയി? ബാക്കി 64 എല്ലുകൾ മറ്റെല്ലുകളുമായി കൂടിച്ചേരും. നമുക്ക് ഒരു വാക്ക് ഉച്ചരിക്കുവാൻ എന്ന് പറ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, എന്തുണ്ട്? അങ്ങനെയൊക്കെ ചോദിക്കോ? ഒരു വാക്ക് നമുക്ക് ഉച്ചരിക്കുവാൻ 72 പേശികൾ ആവശ്യമുണ്ട്. എന്റെ ദൈവമേ, ഒരു വാക്കൊന്ന് പറയാൻ വേണ്ടി 72 പേശികൾ ആവശ്യമുണ്ട്. 25 വാൾട്ടിന്റെ ബൾബ് കത്തിപ്പാൻ ആവശ്യമായ വൈദ്യുതി ഈ മനുഷ്യന്റെ ശരീരത്തിലുണ്ടെന്ന്. കർത്താവിന്റെ ആ പ്രവൃത്തി എത്ര വലുതാണ്! 25 വാൾട്ട് ബൾബ് കത്തിപ്പാൻ ആവശ്യമായ വൈദ്യുതി പോലും മനുഷ്യന്റെ ശരീരത്തിലുണ്ട്. ഓരോ 24 മണിക്കൂർ 23,040 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം നടക്കുന്നു നമ്മുടെ ഈ ശരീരത്തിൽ. 24 മണിക്കൂറില് 23,040 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം നടക്കുന്നു ഈ മനുഷ്യന്റെ ശരീരത്തില്. ഒന്ന് കർത്താവിനെ ഒന്ന് ശ്രദ്ധിക്കാവോ? എന്ത് ഭയങ്കരവും അതിശയകരവുമായ കർത്താവേ എന്നെ നിർമ്മിച്ചിരിക്കുന്നത്. ഭൂമിയിലുള്ള സകല ജരാചരവും ഉണ്ടാകട്ടെ എന്ന് ഉണ്ടായപ്പോൾ മനുഷ്യൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ഉണ്ടായി വന്നതായ ഒന്ന്, കിളിച്ചു പൊങ്ങി വന്നതായ ഒന്നല്ല മനുഷ്യന്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം മണ്ണെടുത്ത് ആ മണ്ണ് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി. സ്തോത്രം. ഒരു കളിമൺ പാവയോട് സദൃശ്യമായ ഒരു മനുഷ്യൻ അവനെ ഉണ്ടാക്കി. അവൻ ഓരോ അവയവങ്ങൾ പണിത് ദൈവം നിർമ്മിച്ചിരിക്കുകയാണ്. ആ മനുഷ്യന് അവന്റെ മൂക്കിലേക്ക് ദൈവം തന്നെ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹികളായി മാറി. സ്തോത്രം. ദൈവം തന്ന ശ്വാസമാണ് ഇന്നും നമ്മെ നിലനിർത്തുന്നത്, അല്ലാതെ നമ്മുടെ കഴിവല്ല, മിടുക്കല്ല, ദൈവത്തിന്റെ കൃപയാ. കർത്താവിനെ നന്ദിയോടൊന്ന് സ്തുതിച്ചാട്ട് ഇന്നും നാം ആയിരിക്കുന്നത് കർത്താവേ അങ്ങയുടെ കൃപയൊന്ന് മാത്രമോ. ഒരു സ്തോത്രം പറയുവാൻ, ഒരു ഹല്ലേലൂയ പറയുവാൻ, ഒരു വാക്ക് ഉച്ചരിക്കുവാൻ എന്റെ ഇത്രയും നാഡീ ഞരമ്പുകൾ പോലും അനങ്ങുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട കൈകാലുകൾ ദൈവം എനിക്ക് തന്നു, കാലുകൾ തന്നു, ബ്രെയിൻ പവർ തന്നു, അസ്ഥി മജ്ജകൾ, പഞ്ചേന്ദ്രിക, നാഡീ ഞരമ്പുകൾ എല്ലാം ദൈവം തന്നു. എന്ത് അത്ഭുതവും അതിശയകരമായിട്ടാണ് ദൈവമേ എന്നെ അങ്ങ് നിർമ്മിച്ചിരിക്കുന്നത്. സ്തോത്രം. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കാട്ട്. കണ്ണ് കാഴ്ചയില്ലാതെ എത്രയോ പ്രിയപ്പെട്ടവര്, കേൾവിശക്തി നഷ്ടപ്പെട്ട എത്രയോ പ്രിയപ്പെട്ടവര്, അപകടം കാരണം കൈകാലുകൾ നഷ്ടപ്പെട്ട എത്രയോ പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നമ്മൾ കാണുന്നില്ലേ? സ്തോത്രം, ഹല്ലേലൂയ. അതൊക്കെ വെച്ച് നോക്കിയാ ദൈവം നമ്മെ ഇത്രത്തോളം നടത്തിയത് കർത്താവിന്റെ കൃപയൊന്ന് മാത്രമായി. എത്ര നന്ദി പറയാനും തീരത്തില്ല. ദൈവമേ, എന്നെ അങ്ങ് ഭയങ്കരവും അതിശയകരവുമായി നിർമ്മിച്ചതിനായി, എന്നെ അങ്ങ് സൃഷ്ടിച്ചതിനായി ഞാൻ അങ്ങക്ക് സ്തോത്രം പറയുക. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളൂ, എനിക്ക് വലിയ ബുദ്ധിയില്ല പാസ്റ്ററെ, എനിക്ക് വലിയ കഴിവില്ല പാസ്റ്ററെ, എന്നെ കാണാൻ പോലും കൊള്ളത്തില്ല പാസ്റ്ററെ, എനിക്ക് ആരാണ് ഒരു ജോലി തരുന്നത്, എന്നെ ആരാണെന്ന് മാനിക്കുന്നത് എന്നുള്ള ആ ചില ചിന്തകളൊക്കെ നമ്മുടെ മാനുഷികമായ ബലഹീനമാണ് ഈ ശരീരത്തിൽ ദുഷ്ട പിശാച് കൊണ്ടിടാറുണ്ട്. എന്നാൽ ഒരു നിമിഷം നാം ഓർക്കണം, നമുക്ക് ഇത്രയൊക്കെ ദൈവം തന്നു ഇതുപോലും ഇല്ലാതെ കഴിയുന്ന എത്രയോ ജീവിതങ്ങളുണ്ടെന്നറിയാമോ? നമ്മൾ സൂക്ഷ്മമായി ആഹാരം കഴിക്കുന്നില്ലേ? ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ കഴിയുന്ന എത്രയോ പട്ടിണി പാപങ്ങളുണ്ടെന്നറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടുവാടയായി. ബോംബെ പട്ടണത്തില് ഒരു ബീഹാറി കുഞ്ഞ്, 7 വയസ്സുള്ളതായ ഒരു ബീഹാറി കുഞ്ഞ്, 7 വയസ്സേ പ്രായമുള്ളൂ. അവൻ ബോംബെയിൽ ഒരു കടയുടെ തിണ്ണയില് രാത്രിയിൽ ഒരു 10:30 സമയത്ത് ആ കൊടും തണുപ്പില് ആ ഷട്ടർ അടച്ചിട്ടിരിക്കുന്ന കടയുടെ തിണ്ണയ്ക്ക് ഒരു കുഞ്ഞ് കിടന്നുറങ്ങുന്നു. ഒരു സാമൂഹിക പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകനോ ആയിരിക്കാം അതുവഴി ചെന്നിട്ട് ആ കൊച്ചിനെ തട്ടി ഉണർത്തി. എന്നിട്ട് ചോദിക്കുക, നീ ആരാണ്? നിന്റെ പേരെന്താണ്? അവന്റെ പേര് പറഞ്ഞു. നിന്റെ സ്ഥലം എവിടെയാണ്? എന്റെ സ്ഥലം ബീഹാറിലാണ്. നിന്റെ അപ്പനും അമ്മയും ഇന്ത്യ. എന്റെ അപ്പനും അമ്മയും മരിച്ചുപോയി. എനിക്കിനി ആരുമില്ല. നീ എങ്ങനെ ഇവിടെ വന്നത്? ഞാൻ എങ്ങനെയോ ഇവിടെ വന്നു. ഞാൻ ഇവിടെ വന്ന് ജോലി ചെയ്യുക. നീ എന്താണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ പറയുന്നത് തടിപ്പണികളാണ് ചെയ്യുന്നത്. 7 വയസ്സുള്ള ആ കുഞ്ഞ് തടിയുടെ പണികൾ ചെയ്യുകയാണ്.
നിനക്കൊരു ദിവസം എത്ര ശമ്പളം കിട്ടും? എനിക്കൊരു ദിവസം 300 രൂപ കിട്ടും. ഈ 300 രൂപയ്ക്കാണ് ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് കിടക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് അവൻ എവിടെയോ ഒരു സ്കൂളിലും പോകുന്നുണ്ട്. എനിക്കത് കേട്ടപ്പോൾ അത്ഭുതം തോന്നുമടയായി. സ്തോത്രം. കൊടും തണുപ്പില് ഒന്ന് പുതയ്ക്കുവാൻ ഒരു പുതപ്പ് പോലുമില്ല, തലയേറെയായിട്ട് വെക്കുവാനൊന്നുമില്ല. ആ കടയുടെ ഷട്ടറിന്റെ താഴെ ആ കുഞ്ഞ് കിടക്കുന്നപ്പോഴ് ആ പത്രപ്രവർത്തകനാണോ സോഷ്യൽ പ്രവർത്തകനാണോ ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹം എവിടുന്ന് പോയി ഒരു കമ്പിളിയും പുതപ്പും തലവണയും എല്ലാം വാങ്ങിച്ച് അവനെ നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്ത രംഗം എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുവാടയായി. നാം ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാട്ട് നാം കഴിക്കുന്ന ആഹാരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയണം. എത്രയോ നല്ല ആഹാരം ദൈവം നമുക്ക്, നമ്മുടെ മാതാപിതാക്കളൊക്കെ എന്റെ പപ്പയൊക്കെ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് 1-2 പിള്ളേരെ വളർത്താൻ പോലും നമുക്ക് 5-6 ഉള്ളതായ തലമുറകളുള്ള സമയത്തൊക്കെ ആഹാരം പോലും ഇല്ലാതെ വിഷമിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു. സ്തോത്രം. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കുവാൻ ഇല്ലായിരുന്നു. പിള്ളേരെയൊക്കെ 4-5 പിള്ളേരെയൊക്കെ എങ്ങനെയാ വളർത്തിയെന്നൊക്കെ അവരോട് ചോദിച്ചാൽ അവർക്ക് അതിന്റെ പിമ്പിൽ ചരിത്രമുണ്ട്, ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്ക് അനുഭവമുണ്ടോ ദൈവമക്കളെ? നിങ്ങളുടെ അനുഭവ കുറിപ്പുകൾ നിങ്ങൾ എഴുതി വെക്കണം. ദൈവം ചെയ്ത അനുഭവങ്ങൾ. സംഗീതത്തിൽ പറയുക, ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ ദൈവമേ നീ ചെയ്ത അത്ഭുതങ്ങൾ അവർ ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഹല്ലേലൂയ. നീ ചെയ്ത അത്ഭുതങ്ങൾ, ദൈവം നടത്തിയ വിധങ്ങള് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കാട്ടെ. ഇന്ന് ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയല്ലേ? ഇന്ന് ഈ ബംഗ്ലാവിൽ താമസിക്കുന്നത് കർത്താവിന്റെ കൃപയല്ലേ? ഇന്ന് ഈ വാഹനം ഓടിച്ചു പോകുന്നത് കർത്താവിന്റെ കൃപയല്ലേ? ഒരു സമയത്ത് ഒരു സൈക്കിൾ പോലും ഇല്ലാതെ, ഒരു സ്കൂട്ടർ പോലും ഇല്ലാത്തൊരു സമയത്ത് ഇന്ന് നല്ല നല്ല വാഹനങ്ങളിലല്ലേ യാത്ര ചെയ്യുന്നത്? മഴ പെയ്യുമ്പോൾ വെള്ളമെല്ലാം കൂടിയിട്ട് വീട്ടിനകത്തൊക്കെ ഇരച്ചു കയറും. എന്നാൽ ഇന്ന് വലിയ ബംഗ്ലാവിൽ താമസിക്കുന്നത് കർത്താവിന്റെ കൃപയല്ലേ? ഹല്ലേലൂയ. നല്ല ആഹാരം കഴിക്കുന്നത് കർത്താവിന്റെ കൃപയല്ലേ? നിനക്ക് എന്തെല്ലാം നന്മകൾ, നിന്റെ ജോലി ലഭിക്കുന്നത് കർത്താവിന്റെ കൃപയല്ലേ? ഒരു 100 രൂപ പോലും പേഴ്സിൽ ഇല്ലാതിരുന്ന സമയത്ത് ഇന്ന് 500ന്റെ നോട്ടുകളല്ലേ പേഴ്സിലും ബാങ്കിലും എല്ലാം ഇഷ്ടംപോലെ പൈസ ദൈവം തന്നില്ലേ? എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല ദൈവമേ. ഭയങ്കരമായ പ്രവർത്തികളാണല്ലോ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്തത്. പ്രൈസ് ദ ലോർഡ്. നിന്റെ ശരീരത്തെ ദൈവം നിയന്ത്രിച്ചില്ലേ? നിനക്ക് ആരോഗ്യം ദൈവം തന്നില്ലേ? ഒന്ന് പറയുന്നു, ഈ ഒരു പ്രഭാതം കൂടി കാണുവാൻ ദൈവം ആയുസ്സിൽ ഒരു ദിനം തന്നില്ലേ? കർത്താവേ, രാത്രികാലം ഞാൻ സുഖമായി കിടന്നുറങ്ങി. ദൈവം എന്നെ താങ്ങിയത് കൊണ്ടല്ലേ ഈ പകൽക്കാലം എഴുന്നേൽപ്പാനിടയായത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പകൽക്കാലം മുഴുവനും ആരോഗ്യവും ജോലിയും എല്ലാം ദൈവം തന്നില്ലേ? കുഞ്ഞുങ്ങൾക്ക് നല്ല ശമ്പളം ദൈവം കൊടുത്തില്ലേ? കുഞ്ഞുങ്ങൾ നല്ല വിദ്യാഭ്യാസം ചെയ്യുന്നില്ലേ? വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഉന്നതമേറിയ സ്ഥാനത്തിരിക്കുന്നില്ലേ? ഒന്ന് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞാട്ട്, പഴുതിരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ എണ്ണിയാൽ. അതിന് പാടുന്നുണ്ടോ പാട്ട്? എണ്ണിയാ തീരാത്ത നന്മകൾ തീരാത്തവൻ കൃപകൾ കയ്യുടെ ബലത്താലല്ല നിന്റെ എന്റെ ശക്തിയല്ല കർത്താവേ, എന്റെ ബലമല്ല കർത്താവേ, അങ്ങയുടെ കൃപയൊന്നു മാത്രമാണ് എന്നെ നിർത്തുന്നത്. ഭക്തം പ്രാർത്ഥിക്കുക, നീയല്ലോ എന്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്. ഹല്ലേലൂയ. അന്തരങ്ങളെ നിർമ്മിച്ചതാവുന്നൊരു ദൈവം. ഞാനൊരു പ്രാവശ്യം നിങ്ങളോട് പറയുവാനായി, അസ്ഥി മഞ്ചുകളെയും പഞ്ചേന്ദ്രികളെയും നാടിയും ഞരമ്പുകളെയും ഒക്കെ ദൈവം നിർമ്മിച്ചത് എന്ത് അത്ഭുതകരമായിട്ടാണെന്നറിയാമോ? സ്തോത്രം. ഇല്ലായ്മയിൽ ഉള്ളതിനെ പോലെ ഉരുവാക്കുവാൻ ദൈവത്തിന് സാധിക്കും. ചില വർഷങ്ങൾക്ക് മുമ്പ് പോർബന്ദറിൽ ഒരു കുടുംബം കടന്നു വന്നു. ഞാൻ സാക്ഷി നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കുടുംബം ഇവിടെ കടന്നു വന്നു. അവർക്ക് നീണ്ട അനേക വർഷങ്ങൾക്ക് ശേഷം ലഭിച്ച ഒരു കുഞ്ഞുമായിട്ടാണ് ഇവിടെ കടന്നു വന്നത്. ഇവിടെ അടുത്ത് ഒരു പൂജാരി പറയുവാടെയായി, ഇവിടെ പാസ്റ്റർ ഉണ്ട്, ചർച്ചുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞുമായിട്ട് ഇവിടെ വന്നപ്പോൾ അപ്പോളോ ഹോസ്പിറ്റൽ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് ആ മാതാപിതാക്കൾ വന്നത്. നീണ്ട വർഷങ്ങൾക്ക് ശേഷം ലഭിച്ച കുഞ്ഞാണ്. കുഞ്ഞിന് എന്തോ ശാരീരികമായ പ്രയാസങ്ങൾ. അപ്പോളോ ഹോസ്പിറ്റൽ റിപ്പോർട്ടുമായിട്ട് വന്നപ്പോൾ എഴുതിയിരിക്കുക, കുഞ്ഞിന് 2 കിഡ്നിയും ഇല്ല, 2 കിഡ്നിയും കുഞ്ഞിനില്ല, ഫെയില. കുഞ്ഞ് ചില ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു പോകുമെന്ന്.
വളരെ വേദനയോടെ കണ്ണുനീരോടെ ആലപ്പുഴ സ്വദേശികളാകുന്ന പോർബന്ദറിൽ ജോലി ചെയ്യുന്ന ടയർ കടയിൽ ജോലി ചെയ്യുന്ന ആ മാതാവും പിതാവോ ആമേ ആ കുഞ്ഞുമായി കടന്നു വന്നപ്പോൾ ഞങ്ങൾ 2-3 സഹോദരന്മാരെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുഞ്ഞിനുമായിട്ട് ഇവിടെ പരിപാടിയായത്. ആ കുഞ്ഞിനെ ഞാൻ എന്റെ കയ്യിലേക്ക് എടുത്തിട്ട് തോളിലേക്ക് കിടത്തിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവ ശബ്ദം മുഴങ്ങി, ഇല്ലായ്മയെന്നുള്ളതിനെ പോലെ ഉരുവാക്കുന്ന ദൈവമാണ് ഞാനെന്ന്. ആ വാക്യം ഉച്ചരിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്നൊരു മീൻ പിടയ്ക്കുന്നു, ജീവനുള്ള മീൻ പിടയ്ക്കുന്ന പോലെ കുഞ്ഞിന്റെ ശരീരത്തിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ കിടന്ന് പിടയ്ക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കർത്താവേ 2 കിഡ്നിയും ഇല്ലെന്നുള്ള റിപ്പോർട്ടുമായിട്ട് അവിടെ വന്നിരിക്കുന്നത് 2 കിഡ്നി അവിടെ ഉരുവായതിനാൽ സ്തോത്രം എന്ന് പറഞ്ഞപ്പോൾ ദൈവാത്മാവിന്റെ അഭിഷേകത്തിന് കരം ആ കുഞ്ഞിനെ മേൽ വ്യാപരിച്ചു. അടുത്ത വ്യാഴാഴ്ച ദിവസം അപ്പോളോ ഹോസ്പിറ്റൽ അഹമ്മദാബാദ് അപ്പോളോ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർമാർ പറയാ ചമത്കാർ അത്ഭുതം, 2 കിഡ്നി അവിടെ ഉരുവായിരിക്കുന്നു. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലുതാണെന്നറിയാമോ? ചില ശൂന്യം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആരോ പറയുമടയായി. ആമേ പ്രിയ ദൈവദാസി പ്രാർത്ഥനയിൽ പറയുമടയായി, ദൈവമേ നീ എന്റെ ദൈവം. ഹല്ലേലൂയ. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് നീ ഉണങ്ങിയിരിക്കുന്ന ചില വിഷയങ്ങള്, നിന്റെ കുടുംബത്തിൽ ഉണങ്ങിക്കിടക്കുന്ന ചില വിഷയങ്ങള്, ശാരീരികമായി ഉണങ്ങിക്കിടക്കുന്ന ചില വിഷയങ്ങള്, ഹല്ലേലൂയ, ഭൗതിക മണ്ഡലത്തിൽ ഉണങ്ങിക്കിടക്കുന്ന ചില വിഷയങ്ങള് ഇന്ന് പകൽക്കാലം ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ട് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തെ സ്തുതിച്ചാട്ട് ദൈവമക്കളെ, നീയല്ലോ എന്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, എന്നെ കർത്താവേ മെടഞ്ഞു. കൈകാലുകൾ, മൂക്ക്, ആമേ സ്വാമേ, കണ്ണ്, നാക്ക്, ചെവി, ഓരോ അവയവങ്ങളെ എന്ത് അത്ഭുതമായിട്ടാണ് ദൈവമേ നിർമ്മിച്ചിരിക്കുന്നത്. ഭയങ്കരവും അതിശയകരവുമായി എനിക്ക് എത്ര ചിന്തിച്ചാലും ഭയങ്കര പ്രവൃത്തികളല്ലേ ദൈവം ചെയ്തത്. കൊച്ചു കാര്യമാണോ ദൈവം ചെയ്തത്? ഭയങ്കര കാര്യങ്ങളാണ് ചെയ്തത് അല്ലേ? ഭയങ്കര പ്രവർത്തികളല്ലേ? നമ്മൾ അയ്യോ ഞാൻ ഭയങ്കരമാണെന്ന് പറയാറില്ല. എന്തോ ഭയങ്കര കാര്യങ്ങൾ അവിടെ നടന്നേ. ഭയങ്കരമായ ഒരു കാര്യമായിരുന്നു. ഒരു ഭയങ്കരമായ പ്രവൃത്തികൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തില്ലേ? ദൈവം ചെയ്ത ഭയങ്കര പ്രവൃത്തികൾ എത്ര വലുതാ! ഭയങ്കരവും അതിശയകരം എന്ന് പറയാ. മറ്റുള്ളവർ അതിശയപ്പെടും, മറ്റുള്ളവർ അത്ഭുതപ്പെടും. നിന്റെ തലമുറകളെ ദൈവം മാനിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ ആശ്ചര്യപ്പെടും, അത്ഭുതപ്പെടും. യഹോവയാ സംഭവിച്ചു. മനുഷ്യരുടെ ദൃഷ്ടിയില് ആശ്ചര്യം അല്ലെ? മറ്റുള്ളവർ ആശ്ചര്യപ്പെടുന്ന രീതിയിൽ, മറ്റുള്ളവർ അത്ഭുതപ്പെടുന്ന രീതിയിലല്ല ദൈവം മാനിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. തിരി അത്ഭുത പ്രവർത്തികൾ, അതിശയ പ്രവർത്തികൾ ദൈവം വീണ്ടും ചെയ്യും. ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു, അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. സ്തോത്രം. കർത്താവേ, നിന്റെ പ്രവർത്തികളെ ഓർത്ത് ഞാനൊക്കെ സ്തുതിക്കുക. യിരെമ്യാവിനെ അഭിഷേകത്തിന് ശുശ്രൂഷിക്കുവാൻ ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ യിരെമ്യാവിനെ, കർത്താവേ ഞാൻ ബാലനല്ലോ. യിരെമ്യാ 1:5 ഞാൻ ബാലനല്ലോ. ദൈവം പറയാ, യിരെമ്യാവേ നീ ബാലൻ എന്ന് പറയല. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവാതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടു. ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകരായി നിയമിച്ചു വച്ചിരിക്കുക. ഇന്ന് രാത്രി പകൽക്കാലം ആത്മാവി ഞാൻ ദൂത് പറയട്ടെ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിത്വമുള്ള ദൈവമാണ്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞൊരു വാക്യമാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിത്വമുള്ള ദൈവമാ. കുടുംബജീവിതം തന്ന ദൈവമല്ലേ? അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ തന്ന ദൈവമല്ലേ? എന്റെ തലമുറയ്ക്ക് വേണ്ടി ഉത്തരവാദിത്വമുള്ള ദൈവമാ. നമുക്ക് പലവിധമായ ചിന്തകളാ. തലമുറയുടെ കാര്യം എന്തായി, വിദ്യാഭ്യാസ കാര്യങ്ങൾ എന്തായി, ജോലിയുടെ കാര്യം എന്തായിത്തീരും എന്നോർത്ത് നീ വിചാരപ്പെടുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയാ, നിന്റെ വിചാരത്തേക്കാളും വലിയ വിചാരമാ ദൈവത്തിന്റെ വിചാരം. അവൻ നിങ്ങൾക്കായി കരുണാകിയ നിങ്ങൾ സകല ചിന്താകളും അവനെ മേൽ ഇട്ടുകൊള്ളുവീൻ. നമുക്ക് വേണ്ടി ചിന്തിക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വലിയ കരം എത്രയോ വലുതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് ആത്മാവ് പറയാ, ഒരുത്തരും ജ്ഞാനം, യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, ആമേ ഒരുത്തനും ജ്ഞാനം കുറവെങ്കിൽ ഫലിക്കാതെ ആമേ ഔദാര്യമായി കൊടുക്കുന്ന കർത്താവിനോട് യാചിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ എക്സാം സമയങ്ങളാണല്ലോ, അവിടെ എക്സാം സമയങ്ങളാ. പല കുഞ്ഞുങ്ങൾക്കും വേണ്ടുന്ന രീതി പഠിക്കുന്നുണ്ട്, പല പേപ്പർ കിട്ടുമ്പോൾ എഴുതാൻ പറ്റുന്നില്ല, മറന്നു പോകുന്ന അവസ്ഥകള്. ഇന്ന് പകൽക്കാലം കുഞ്ഞുങ്ങളോട് ദൈവാത്മാവ് ഞാൻ ദൂത് പറയട്ടെ, ആമൻ ദൈവാത്മാവ് ജ്ഞാനത്താ നിറയ്ക്കും, ഞാൻ ആത്മാവിനെ നിറയ്ക്കും. ജ്ഞാനം കുറവെങ്കിൽ ഫലിക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന കർത്താവിനോട് യാചിക്കട്ടെ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചില പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് സഹോദര. നിന്റെ ജീവിതത്തിൽ ചില അതിശയ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് സഹോദരി. നീ പ്രതീക്ഷിക്കാതെ ചില മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട്, ദൈവമേ ഭയങ്കരവും അതിശയമായിട്ടാണല്ലോ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിന്റെ അതിശയ പ്രവർത്തികൾ എത്ര വലുതാ. ചില ദൈവ പ്രവർത്തികള്
യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ആംബുലൻസോട് ദൈവാത്മാവ് ദൂത് പറയുക. ചില അതിശയ പ്രവർത്തികള് നീ ചിന്തിക്കാതെ, നീ പ്രതീക്ഷിക്കാതെ ചില അതിശയ പ്രവർത്തികള് ദൈവാത്മാവ് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. മാനുഷികമായ ചിന്തകളല്ല, ചില ദൈവ പ്രവർത്തികള്, ചില ദൈവീയ പദ്ധതികൾ ദൈവാത്മാവ് ഒരുക്കാൻ വേണ്ടി പോവാ. വീനസോട് ദൈവാത്മാവ് ദൂത് പറയുന്നു. ചില ചോദ്യങ്ങളുടെ മുമ്പിൽ നീ പകച്ചു നിൽക്കുകയാണ്. എന്തായിത്തീരും, എങ്ങനെയായിത്തീരും എന്ന ചിന്തതിനെ വല്ലാതെ അലട്ടുകയാണ്. എന്നാ ദൈവാത്മാവ് പറയുക, ചില അതിശയ പ്രവർത്തികൾ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുക. മനുഷ്യമായ ചിന്തകളെ മാറ്റിവെച്ചാൽ നീ ദൈവീയ കരങ്ങളിലേക്ക് ഒന്ന് പരിപൂർണമായി ഏൽപ്പിക്കുമെങ്കിൽ നീ പോലും ചിന്തിക്കാത്ത നിലയിൽ, നീ പോലും പ്രതീക്ഷിക്കാത്ത നിലയിൽ ചില ദൈവ പ്രവർത്തികൾ ദൈവാത്മാവ് ചെയ്യുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. ദൈവാത്മാവ് തലമുറകൾക്ക് വേണ്ടി ചില ശ്രേഷ്ഠമേറിയ വഴികൾ, വാതിലുകൾ ദൈവാത്മാവ് ഒരുക്കുന്നുണ്ട്. അന്തരെ പ്രൗഢാദികളെ ചില അധികാര ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക. അന്തരെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു, മാനിക്കേണ്ടടുത്ത് മാനിക്കുന്ന ദൈവമാണ്. അന്തരെ പ്രൗഢാബലകന്റെ കഴിഞ്ഞ നാളിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ കരം ഇന്നും കുറുതായിട്ടില്ല മകളെ. ഇന്നും അന്തനാ ചെവി അവരുടെ ചെവി കരം ഇന്നും കുറുതായിട്ട്, അവരുടെ ചെവി ഇന്നും അന്നമായിട്ടുമില്ല. ചില ദൈവ പ്രവർത്തികള് വേഗത്തിൽ സംഭവിക്കുന്നെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. എഡിസൺ ബാസോട് പരിശുദ്ധാമാതൂത് പറയുക. അന്തരെ പ്രൗഢാജകലകട ചില വായ്ത്തങ്ങളുടെ പൂർത്തീകരണം വേഗത്തിൽ വെളിപ്പെടുന്ന സമയം മുമ്പിലുണ്ട്. ചില അതിശയ പ്രവർത്തികൾ ആ പട്ടണത്തിൽ ദൈവം ചെയ്യോ, ചില അത്ഭുത പ്രവർത്തികൾ ആ പട്ടണത്തിൽ ദൈവം ചെയ്യോ. ശക്തമേറിയൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവാത്മാ വീട് ഉപയോഗിക്കുന്ന നിമിഷം മുമ്പിലെന്നാ ദൈവാത്മാവിന്റെ നാമത്തിനോട് ശൈത്യമായ ആലോചന പറയുക. ഒതുക്കി കളയുവാൻ, ഇല്ലാതാക്കി കളയുവാൻ, അപകടങ്ങളിൽ പോലും തകർത്തു കളയുവാൻ ദുഷ്ടപിശാച് പദ്ധതി ഒരുക്കുമ്പോൾ എന്റെ കരങ്ങളിൽ താങ്ങിയത് ദൈവത്തിന്റെ കൃപയെന്ന് ദൈവാത്മാവ് വ്യക്തമായ ആലോചന പറയുന്നു. റൂഡാമനാധികാരികാരകശാന്തല കേൾക്കുന്നില്ലല്ലോ. ആശീർവാദം പറഞ്ഞാലും മതി. ദാസന്റെ കൂടെ അനുഗ്രഹിച്ച ആലോചന ഞങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. കർത്താവേ, നിന്റെ ആലോചനയും സന്ദേശവും ഞങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. കർത്താവേ, ഭയങ്കരവും അതിശയകരമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഞങ്ങളെ വാഴ്ത്തുന്നു. എത്ര ശ്രേഷ്ഠമായി ഞങ്ങളെ മെനഞ്ഞിരിക്കുന്നു, ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, ഞങ്ങളെ കർത്താവേ ഞങ്ങൾക്ക് പ്രവർത്തിച്ചിരിക്കുന്നു. ദൈവമേ, സ്തോത്രം സ്തോത്രം. ആഴമായ ചിന്തയിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ കർത്താവിടെയാക്കി നിന്റെ മകനെ പ്രത്യേകം ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ആ ഈ ദിവസങ്ങളിൽ കർത്താവേ സ്തോത്രം വിവിധമായ ശുശ്രൂഷകൾക്കായി അന്ന് യാത്രയിലാകുകയാണ്. കടന്ന യാത്രയിൽ കൂടെ ഇരിക്കണം. ദൈവം വലിയ അത്ഭുതം ദൈവം പ്രവർത്തിക്കണം എന്ന് പ്രാർത്ഥിക്കും. ഈ നാളുകളിൽ ശക്തമായി പിന്നെയും അവിടുന്ന് ഉപയോഗിച്ച്
ഒരു ആമേൻ സ്തോത്രം ഗുദിയോന്റെ ശുശ്രൂഷ, ഒരു ഏലിയാവിന്റെ ശുശ്രൂഷ, ഒരു എലിച്ചയുടെ ശുശ്രൂഷ നിർവഹിച്ചെടുക്കുവാൻ ദൈവം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതത്തിന്റെ ശുശ്രൂഷന്റെ മുന്നിൽ ചെയ്യട്ടെ. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് രാവിലെ പ്രാർത്ഥനാധുനിയിൽ പ്രാർത്ഥനയ്ക്ക് കയറിയ എല്ലാ മക്കളെയും ദൈവം ശക്തമായി അനുഗ്രഹിച്ചു. അവർക്കെല്ലാം ദൈവം സംസാരിച്ചു, അവിടെ എല്ലാം ദൈവം ഇടപെട്ടു. അവർക്ക് കർത്താവ് ആവശ്യമുള്ള ഊർജം നൽകുന്ന ദൈവീയ ദൂത് കർത്താവ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. അതിനായി സ്തോത്രം. പുതുബലത്തോടെ ഞങ്ങളെ അയക്കണം കർത്താവേ സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവന്റെ ശബ്ദം മനോഹരമായി മുടങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. അന്നേരം പെട്ടെന്ന് അത് കട്ടായി കർത്താവ് എന്താണ് മ്യൂട്ടായി പോയി. കർത്താവ് പിന്നെയും കർത്താവ് നിന്റെ മകനെ ബലപ്പെടുത്തണം. കർത്താവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും നിന്റെ മകൻ കർത്താവെ പിന്നെയും നിങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ കൃപ ചെയ്യണം, മഹത്വം കൊടുക്കണം. എല്ലാവരിലും ഇത് മുന്നേക്കൊണ്ടേയിരിക്കണം. പ്രാർത്ഥനകനായി നന്ദി. യേശു രക്ഷകന്റെ വലിയൊരു നാമത്തിൽ ഏറ്റവും വിനയമായി വീക്ഷിക്കുന്നു. കേൾക്കണമേ ജീവനുള്ള സ്വർഗീയ പരമപിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. നമ്മുടെ കർത്താവ് സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ നിരന്തര സമ്പർക്കം, കൂട്ടായ്മ, കാവൽ ഇന്നും എന്നേക്കും നമ്മോടും കടന്നത് എല്ലാ പ്രിയപ്പെട്ടോടും, പ്രത്യേക ബെൻസൻ പാസ്റ്ററോടും മിനിസ്ട്രിയോടും പ്രാർത്ഥന തുടങ്ങിയ എല്ലാ ചാപ്റ്റേഴ്സിനോടും പ്രവർത്തനത്തോടും തന്റെ വരവുകൾ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ടായി പോയി ദൈവനാമത്തില് ക്ഷമിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. ഗാനങ്ങൾ ആലപിച്ച പ്രാർത്ഥിച്ചല്ലോ. നന്നേക്കുന്നു. പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ മാത്രം നിൽക്കുക, ബാക്കിയുള്ളവർ ലീവാകാം. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.